നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വൈദഗ്ധ്യത്തെ പുലർത്തി ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോൺ. മോദി എല്ലാ ലോക നേതാക്കളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണെന്നും ഇന്നത്തെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിലെ പ്രധാന പ്ലെയറാണ് മോദിയെന്നും അദ്ദേഹം പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ സന്ദർശനത്തിനെത്തിയതാണ് ചിലി പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഭവനിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രശംസിച്ചത്. ലോകത്തിലെ എല്ലാ നേതാക്കളുമായി മിസ്റ്റർ പുടിൻ, മിസ്റ്റർ ട്രംപ്, മിസ്റ്റർ സെലൻസ്കി, യൂറോപ്യൻ യൂണിയൻ, ബ്രിക്സിലെ ഇറാനിലെയും ലാറ്റിൻ അമേരിക്കൻ നേതാക്കൾ എന്നിവരുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സവിശേഷ പദവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട്. ഇപ്പോൾ മറ്റൊരു നേതാവിനും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇത്. ഇന്നത്തെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി മോദി ഒരു പ്രധാന നേതാവാണെന്നും ചിലി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ലോക സമാധാനത്തിനായി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോകത്തുള്ള ഏത് നേതാവുമായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് മോദി. ലാറ്റിൻ അമേരിക്കൻ ഭരണാധികാരികളെയും ഇറാനുമായി എല്ലാം ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ഫോണ്ട് ചൂണ്ടിക്കാട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ അധികാര വിഭജനവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിനും അസമത്വത്തിനുമെതിരെ പോരാടുകയാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ എന്നും അദ്ദേഹം പറയുന്നു. ഇത് ആദ്യമായാണ് ചിലി പ്രസിഡന്റ് ഭാരതം സന്ദർശിക്കുന്നത്. ഇന്ത്യയും ചിലിയുമായി സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ സൗഹൃദം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ചിലി പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ ഇരു നേതാക്കൾക്കും ധാരണയായി. ധാതുക്കൾ, ഊർജം, പ്രതിരോധം, ബഹിരാകാശം, കൃഷി തുടങ്ങിയ നിർണായക മേഖലകൾ സഹകരണത്തിന് വളരെയധികം സാധ്യതയുള്ളവയാണെന്നും വിലയിരുത്തിയ നേതാക്കൾ ഈ മേഖലയെക്കുറിച്ചും ചർച്ച ചെയ്തു. ചിലിയിൽ യോഗയുടെയും ആയുർവേദത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിനുള്ള തെളിവാണെന്നും ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥി വിനിമയ പരിപാടികളും മറ്റു സംരംഭങ്ങളിലൂടെയും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ബന്ധങ്ങൾ ആഴത്തിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തിനും നേതാക്കൾ അടിവരയിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങൾ ആഗ്ര, മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കുന്നുവെന്ന് അദ്ദേഹം ഇന്ത്യയുമായി നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പിട്ടു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.